ചിലരുണ്ട് എത്ര പണിയെടുത്താലും അവർ പണക്കാരാവില്ല, അവർക്ക് പൈസ ഉണ്ടാവില്ല. അത് എന്തും കൊണ്ടാണെന്ന് മിക്കവർക്കും അറിയില്ല. പെട്ടെന്ന് വിചാരിക്കും ചെലവ് കൂടിപ്പോയതും കൊണ്ടാണ് എന്നുള്ളത്. പക്ഷെ തെറ്റായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ശീലങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ദരിദ്രത്തിലാക്കണം. അതിൽ ആദ്യത്തെ കാര്യമാണ്, നിങ്ങൾ കീറിയതോ വൃത്തികെട്ടതോ ആയ ബെഡ്ഷീറ്റാണ് നിങ്ങൾ എപ്പോഴും വിരിച്ച് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ദരിദ്രനാവും എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഓട്ടയുള്ള അടിവസ്ത്രം ഇട്ടാലും നിങ്ങൾ ദരിദ്രനാവും എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഷൂസോ സ്ലിപ്പറോ ഇതെല്ലാം പ്രധാന വാതിലിൽ വെക്കുകയാണെങ്കിലും നിങ്ങൾ ദരിദ്രനാവും എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഈ പഴയ ആൾക്കാരുണ്ട്, അവരൊക്കെ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ആ പ്ലേറ്റിൽ തന്നെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് കൈ കഴുകണ കാണാറുണ്ട്. ഇങ്ങനെ ചെയ്താലും എന്തായാലും ദരിദ്രനാവും എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അയാൾ മാത്രമല്ല, അയാളുടെ കുടുംബവും ദരിദ്രനാവാൻ സാധ്യത വളരെ കൂടുതലാണ്. രാത്രി മൊത്തം കഴുകാത്ത പാത്രങ്ങൾ സിങ്കിൽ വെക്കുകയാണെങ്കിലും ഇതെന്തായാലും നിങ്ങളുടെ വീടിനെ നന്നായിട്ട് ബാധിക്കും. അതും വീട്ടിലുള്ളവരെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകും. വീടാകുമ്പോൾ അവിടെ ജനിച്ചവരുണ്ടാവും, മരിച്ചവരുണ്ടാവും, ഈ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മരിച്ചവരുടെ ഫോട്ടോ നിങ്ങളുടെ വാലറ്റിൽ വെക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ ഡിസ്പ്ലേയിലൊക്കെ വെക്കുകയാണെങ്കിലും നിങ്ങൾ ദരിദ്രരാവാൻ സാധ്യത വളരെ കൂടുതലാണ്. മരിച്ചവരുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് വാസ്തുശാസ്ത്രജ്ഞന്റെ അടുത്ത് ചോദിച്ചിട്ട് ആ ഫോട്ടോ എവിടെ വെക്കണം എന്നുള്ളത് ചോദിച്ചിട്ട് മാത്രം വെക്കുക, ഇല്ലെങ്കിൽ അത് വെക്കാതിരിക്കുക. കാരണം മരിച്ചവരുടെ സാന്നിധ്യം വീട്ടിലുണ്ടെങ്കിൽ ആ വീട് ദുശകുനമാവുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും കണ്ണാടി നോക്കണവരാളാണ്. പക്ഷെ വീട്ടിൽ പൊട്ടിയ കണ്ണാടി ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തായാലും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നും ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഉപയോഗശൂന്യമായ പഴയ ബില്ലുകൾ നിങ്ങളുടെ വാലറ്റിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതെന്തായാലും നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നും ഉറപ്പുള്ള ഒരു കാര്യമാണ്. പഴയ ബില്ല് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ഡോക്യുമെന്റ് ആയിരിക്കാം, സർക്കാർ ഡോക്യുമെന്റ്സ് ഉണ്ടാവും, അതൊക്കെ ടാക്സിന്റെ പരമായിട്ടുള്ളതാണെങ്കിൽ മാത്രം സൂക്ഷിക്കുക. ഇപ്പൊ ഒരു സാധനം വാങ്ങി ആ ബില്ല് പേഴ്സിൽ എടുത്ത് വെക്കുക, അത് വീട്ടിൽ വെക്കുക. ഇങ്ങനത്തെ ബില്ലുകൾ 21 ദിവസത്തിന് ശേഷവും ആ വീട്ടിൽ വെക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ആൾക്കാർ ദാരിദ്ര്യത്തിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വരുമാനത്തിലേക്കാൾ കൂടുതൽ ചെലവാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും എന്തായാലും ദാരിദ്ര്യത്തിലേക്ക് പോകും. ഒരു സമ്പത്ത് കിട്ടുമ്പോൾ അതിൽ 65% നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിവെക്കണം എന്നാണ് സാമ്പത്തിക തിയറി ഉള്ളത്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കും തോറും നിങ്ങൾ ഒരിക്കലും പണക്കാരനാവില്ല എന്നുള്ളതും ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഒരു പൈസ കിട്ടിയ വാങ്ങേണ്ട സാധനങ്ങളൊക്കെ ആദ്യം തന്നെ വാങ്ങി വെക്കുക, പെട്ടെന്ന് തന്നെ എല്ലാം വാങ്ങുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും എന്തായാലും ദാരിദ്ര്യത്തിലേക്ക് പോകും. സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ക്രെഡിറ്റ് കാർഡ് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാതിരിക്കുക, അതിൻ്റെ പലിശ അടയ്ക്കാതിരിക്കുക. ഇങ്ങനെയുള്ളവർ എന്തായാലും ദാരിദ്ര്യത്തിലേക്ക് പോകും. അവർക്ക് എന്തായാലും മനസ്സമാധാനവും ഉണ്ടാവില്ല. പിന്നെ ചിലവരുണ്ട്, പണം ഉണ്ടാക്കണതിന് പകരം എല്ലാം ഫ്രീ ആയി കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അതുപോലെ ഈ ലോട്ടറി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും, ഗാംബ്ലിംഗ് ഉള്ളവരൊക്കെ ഉണ്ടാവും. ഇവരും ദാരിദ്ര്യത്തിലേക്ക് പോകും. കാരണം പണം ഇൻവെസ്റ്റ് ചെയ്ത് ഇരട്ടിയാക്കാനുള്ള ഒരു പഠിത്തവും അവർ പഠിക്കില്ല. അവരിങ്ങനെ ലോട്ടറി എടുത്ത് ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ആ പൈസയും കൊണ്ട് അവർക്ക് എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് അവർ ചിന്തിക്കൂല, അതിനോട്ട് അവർ മെനക്കെടുവില്ല. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇല്ലാതിരിക്കുക. അതായത് ഒരു 22 വയസ്സായ ഒരു വ്യക്തി അവനോ അവളോ ആദ്യം ജോലിക്ക് കയറുമ്പോൾ അവന്റെ ആദ്യത്തെ പ്രയോറിറ്റി എങ്ങനെയും ആദ്യം ഒരു 10 ലക്ഷം ഉണ്ടാക്കുക. അതായിരിക്കണം അവന്റെ ടാർഗറ്റ്. അതൊരു 30 വയസ്സാവുമ്പോഴേക്കും ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ എനിക്ക് വേറൊന്നും പാടില്ല എന്ന് അവൻ ചിന്തിക്കണം. അത് മാത്രമായിരിക്കണം അവന്റെ ലക്ഷ്യം. ഈ രീതിയിൽ വേണം അവൻ വർക്ക് ചെയ്യാൻ. അതെന്തായാലും കഴിയും. 7 വർഷം കൊണ്ട് നിങ്ങൾക്ക് 10 ലക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്നത് നിങ്ങൾ എപ്പോഴും തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ കൃത്യസമയത്ത് ഉറങ്ങാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് പോകും. കാരണം നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ല. പിന്നെ സ്ഥിരമായിട്ട് അൺഹെൽത്തി ഫുഡ്, ജങ്ക് ഫുഡൊക്കെ കഴിക്കണവരുണ്ടെങ്കിൽ അവരും എന്തായാലും ദാരിദ്ര്യത്തിലേക്ക് പോകും. പിന്നെ സിഗരറ്റ് വലിക്കുന്നവർ കൂടുതലും ദാരിദ്ര്യത്തിലേക്ക് പോകും. നിങ്ങൾ ഒരു 10 ദിവസം സിഗരറ്റ് വലിച്ച എമൗണ്ട് എത്രയാണെന്നൊന്ന് കണക്ക് കൂട്ടി നോക്കൂ. അത് ഒരു മാസമാകുമ്പോൾ എത്രയാവും എന്നുള്ളത് നിങ്ങൾ കണക്ക് കൂട്ടുക. അത് ഒരു വർഷമാകുമ്പോൾ എത്രയാവും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് എത്രയോ കൂടുതലാണ്. പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നതും മറ്റുള്ളവരുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇടപെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും സാമ്പത്തികമായിട്ട് വിജയിച്ചിട്ടുണ്ടാവില്ല. അവരും ദാരിദ്ര്യത്തിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് മറ്റുള്ളവരുടെ തലമണ്ടയ്ക്ക് ഇടാൻ ശ്രമിക്കുന്ന ആൾക്കാർ പലരും ഉണ്ടാവും. അവരും ദാരിദ്ര്യത്തിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്.
പണക്കാരെയും പണം വരുന്നവരെയും എല്ലാം നിങ്ങൾ ദുഷിച്ചതായിട്ട് കാണുകയും അവരെല്ലാവരും ചെറ്റകളാണ്, പിശുക്കന്മാരാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരും സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാറില്ല. പിന്നെ നിങ്ങളുടെ രണ്ടാം ഭാവം ശരിയല്ലെങ്കിലും എന്തായാലും പണം വരാൻ സാധ്യത വളരെ കുറവാണ്. രണ്ടാം ഭാവം ശരിക്കും പറഞ്ഞാൽ ധനഭാവമാണ്. അതുപോലെ 11ാം ഭാവം ലാഭഭാവമാണ്. 9ാം ഭാവം ഭാഗ്യഭാവമാണ്. ഈ ലഗ്നാധിപൻ ഒന്നാണെങ്കിൽ ഈ 2ഉം 11ഉം 9ഉം ഒന്നും ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഭാവത്തിലെല്ലാം പാപഗ്രഹങ്ങൾ വരാൻ സാധ്യതയുണ്ടാവും. അങ്ങനെ പാപഗ്രഹങ്ങൾ വന്നാലാണ് ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യത്തിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്.